ഹായ് കൂട്ടുകാരെ, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാല് നമ്മുടെ കുഞ്ഞു ചാളക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അത് പെരട്ടി ഒരു പിടി പിടിക്കാനാണ്. അതായത് വറുത്ത് കഴിക്കാം ചാളക്കുട്ടന്മാരെ. നമ്മുടെ നാട്ടിൽ ചാളക്കുട്ടന്മാരെ ചെറുത് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ ചെയ്യും? വറുത്ത് കഴിക്കും, പീര വറ്റിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ അതിന്റെ കുറച്ചെടുത്ത് വറുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയുള്ള മസാലകളാണ്. ഇനി ഇത് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയ ചാളയാണ്, പക്ഷെ നമ്മളുടെ നാട്ടിൽ കിട്ടണ അത്ര ചെറിയ ചാളയൊന്നും അല്ല. എന്നാലും ഇവിടെ ഈ കിട്ടണ ചാളനെ സംബന്ധിച്ച് ഇത് ചെറിയ ചാളയാണ്. അപ്പൊ അതേ ഞാൻ പെരട്ടി നല്ല കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനെ അങ്ങോട്ട് പൊരിക്കണം. കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കണം. ഉലുവ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അധികം ഉലുവ ഒന്നും ഇടൂല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് എനിക്കിഷ്ടമല്ല. അതിനുശേഷം ഉലുവ മൂത്തതിന് ശേഷം അതിലേക്ക് ചാളക്കുട്ടന്മാരെടുത്തിടണം. നമ്മൾ ചാളക്കുട്ടന്മാരെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മള് വളരെ കുറച്ച് ചാളയേ ഉള്ളൂ. ഒറ്റ ട്രിപ്പിൽ നമ്മളുടെ വറപൊരി പരിപാടികളൊക്കെ കഴിയും. പിന്നെ ഞാൻ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിഴലുകളും കാര്യങ്ങളും ഒക്കെ വരും. ഒന്നും വിചാരിക്കരുത്. ക്യാമറമാൻ സൗമ്യയോടൊപ്പം സൗമ്യ ആയതുകൊണ്ട് ആണ് ഈ നിഴലുകളൊക്കെ ഇങ്ങനെ വന്നത്. എനിക്കിങ്ങനെ നിഴലില്ലാതെ നിൽക്കാനോട്ട് അറിയാനും പാടില്ല. ഓക്കെ, നമുക്ക് ഈ ചാളക്കുട്ടന്മാരെ മൂടി വെക്കാം. അതല്ലെങ്കിലേ എൻ്റെ ഈ മതിലുമൊക്കെ ടൈൽസിലൊക്കെ തെളിക്കും. എനിക്കിഷ്ടമല്ല. ഞാൻ അവരെ മൂടി വെക്കാം. മൂടി വെച്ച് പാകമായതിന് ശേഷം എടുത്ത് നമ്മൾക്ക് കഴിക്കാം. കൂട്ടുകാരെ, ചാള വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ കൂട്ടുകാർ, ഇത് കണ്ട, ഇതാണ് ചാളക്കറി. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താ പറയാ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ടുണ്ട്. ഉപ്പ് കുറച്ചിട്ടത് നന്നായി, കാരണം ഉപ്പ് അതിലുണ്ടായിരുന്നു. പിന്നെ ചൊറുക്കൊഴിച്ച ചാളക്കറി ആദ്യമായിട്ടാണ് ഞാനത് ടേസ്റ്റ് ചെയ്തത്. ഞാനത് അങ്ങനെ വെക്കുന്നത്. ഞാൻ കുടപ്പുളി ഇട്ടേ ഇതുവരെ ചാള വെച്ചിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതേ കുഞ്ഞിച്ചാള വറുത്തത്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ചോറിനുള്ള കൂട്ടാൻ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, വാ എല്ലാവരും വാ, ചോറ് കഴിക്കാം. നല്ല വെള്ളരിയുടെ ചോറും ചാള വറുത്തതും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് പോവാം.